എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ നിക്ഷേപകർക്കൊപ്പം ഉണ്ടാകുമെന്ന് PV അൻവർ MLA. സംസ്ഥാന സർക്കാരിന് പരാതി നൽകുന്നതിനൊപ്പം കോടതിയെയും സമീപിക്കും. പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്നും MLA പറഞ്ഞു. അല്ല, അതിലിപ്പോ ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണവര് ഇത് തോന്നുന്നു 1000-500 ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അവർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന് പരാതി കൊടുക്കണം. അതോടൊപ്പം തന്നെ അവര് കോടതിയെ സമീപിക്കണം. ഈ 2 കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന കാരാട്ട് കുറീസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് കോടതി വഴി അത് അറ്റാച്ച് ചെയ്യിക്കുക. ഇനി അത് വിറ്റുപോകാതിരിക്കുക. അത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ കോടതി അത് ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ പരാതി കൊടുത്ത് പോലീസ് FIR ഇട്ടാൽ FIR ബേസ് ചെയ്തുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ പോകാം. അതിന്റെ മുകളിൽ ഒരു അറ്റാച്ച്മെന്റ് വാങ്ങാൻ പറ്റുമെന്ന് പരിശ്രമിക്കാം. അതാണ് ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ അടിയന്തരമായിട്ട് വരെ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ചിട്ടികൾ ഉൾപ്പെടെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും പണമിടപാട് സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ നിലവിലെ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്നും MLA പറഞ്ഞു. നിലമ്പൂരിന് സമാനമായ തട്ടിപ്പുകൾ പലയിടത്തും വ്യാപകമാകുമ്പോഴും സർക്കാരും വകുപ്പ് ഉദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കാരണം. നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയവർക്ക് ചില ബന്ധുക്കളും മറ്റും സംരക്ഷണം ഒരുക്കുന്നതായുള്ള നിക്ഷേപകരുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിക്ഷേപകരെ പറ്റിച്ച പണം അവരുടെ പക്കലുള്ളപ്പോൾ അതിന് സാധ്യതയുണ്ടെന്നും MLA പറഞ്ഞു. പല തട്ടിപ്പുകാർക്കും സഹായം ഒരുക്കിയ കേസുകളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ സംഭവം MLA എടുത്തു പറഞ്ഞു. ഈ പറഞ്ഞ ചട്ടങ്ങൾ നിയമം ലംഘിച്ച് എത്രയോ ഫൈനാൻഷ്യൽ തട്ടിപ്പ് ഇവിടെ നടന്നത്. എത്ര 1000 കോടി, നമ്മളിവിടെ തന്നെ 1500 കോടി പൂക്കോട്ട് പടന്ന് തട്ടിപ്പോയി. എത്ര ഡെയിലി ആളുകൾ ഇതിന് പൈസ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അധ്വാനിച്ചുണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പൊ വേഗം ലാഭം കിട്ടുന്ന പറയുമ്പോൾ എന്തെങ്കിലും കയ്യിലും കാതിലും ഒക്കെ വിറ്റിട്ട് കൊണ്ടേ കൊടുക്കും. അത് ഇങ്ങനത്തെ ആളുകൾക്ക് വളരെ സൗകര്യമാണ്. അപ്പൊ അതിന് ആളുകളെ ഈ ചൂഷണം ചെയ്യുന്നതിനെ നിയമപരമായിട്ട് അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാരിന് മുന്നിൽ ഇങ്ങനത്തെ കേസ് എത്ര പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതിനൊരു സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെ ഇത് തടയാമെന്നുള്ളൊരു പരിശോധന പോലും നടന്നിട്ടില്ല. ഇപ്പം നിലവിലുള്ള നിയമവ്യവസ്ഥകള് ഇത് തികയില്ല എന്നാണല്ലോ ഈ പിന്നെയും ആവർത്തിച്ചുള്ള തട്ടിപ്പുകൾ തെളിയിക്കുന്നത്. അപ്പൊ എങ്ങനെ അതിനെ നേരിടാം എന്ന് നിയമവ്യവസ്ഥയിൽ അതെങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചന നടന്നെങ്കിൽ ഇതിന് പരിധി വരെ നിൽക്കൂ. വേറെ ആരോപണം പ്രതികളുടെ ബന്ധുക്കൾ ചിലരുടെ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ ഭാഗത്തുനിന്നുണ്ടായിട്ട് അല്ല, അത് സ്വാഭാവികമല്ലേ. ഈ നാട്ടുകാരെ പൈസ വല്ല കയ്യിലുണ്ട്. എല്ലാ സ്വാധീനത്തിന്റെ അടിസ്ഥാനം എന്താ? നമ്മുടെ നാട്ടിലെ പൈസയാണ്. അപ്പൊ നാട്ടുകാരെ പൈസ വല്ല കയ്യിലുണ്ട്. ആ പൈസ വെച്ചിട്ടുള്ള സ്വാധീനങ്ങൾ അവരുണ്ടാക്കും. അതാണല്ലോ ഈ പല കേസുകളും പിടുത്തല്ലാതെ പോയത്. ഇതിൽ ഒരുപാട് പോലീസ് ഓഫീസർമാർ ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ ഇവിടുത്തെ നിഷാദിന്റെമായി ബന്ധപ്പെട്ട കേസ്, തൃശ്ശൂരിലെ കേസിലൊക്കെ മുൻ IG സുരേന്ദ്രൻ അടക്കം നിരവധി കേസിലെ പ്രതിയ. ഇപ്പൊ മാവുങ്കല മോൺസൺ ആരാ പ്രതി? 3-4 പോലീസ് ഓഫീസർമാരാണ്. അപ്പൊ ഇനിയും ഇങ്ങനത്തെ കേസുകളുണ്ട്. കാരണം പോലീസ് ഓഫീസർമാരുടെ ഒരു വലിയ റേഞ്ചിൽ ഒരു വിഭാഗത്തിനൊക്കെ സൈഡ് നിൽക്കുന്നു എന്നത് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ നമ്മൾ മനസ്സിലാക്കും. നിലമ്പൂരിലെ കാരാട്ട് കുറീസിലും ധനക്ഷേമ നിധിയിലുമായി നിക്ഷേപകർക്ക് നൽകാനുള്ളത് 10 കോടി രൂപയിലേറെയുണ്ടെന്ന് ഈ ബ്രാഞ്ചുകളിലെ മാനേജർമാരും MLAയോട് പറഞ്ഞു. കാരാട്ട് കുറീസിൽ പണം നിക്ഷേപിച്ചവരിൽ 90% പാവപ്പെട്ടവരാണ്. ധനക്ഷേമ നിധിയിൽ ലക്ഷങ്ങളാണ് പലരും സ്ഥിരം നിക്ഷേപം ഇട്ടിട്ടുള്ളത്. പരാതികളിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയും MLA പ്രകടിപ്പിച്ചു. MLA വരുമെന്നറിഞ്ഞതോടെ നിക്ഷേപകരും ബ്രാഞ്ചുകളിലെ ജീവനക്കാരും കളക്ഷൻ ഏജന്റുമാരും സ്ഥലത്തെത്തിയിരുന്നു. എടക്കര ഉണിച്ചന്തം സ്വദേശി സന്തോഷ്, എടക്കര മില്ലുംപടി സ്വദേശി P മുബഷിർ എന്നിവരാണ് കോടികളുമായി നാടുകടന്നത്. നിലമ്പൂരിന് സമാനമായ തട്ടിപ്പാണ് കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിലായുള്ള 13 ബ്രാഞ്ചുകളിലും നടത്തിയിട്ടുള്ളത്. കുറഞ്ഞത് 14 ബ്രാഞ്ചുകളിലായി 100 കോടിയിലേറെ രൂപ ഇവർ തട്ടിയെന്നാണ് സൂചന. എ+ വിഷൻ, നിലമ്പൂർ. Super Absorbent Poppy's Diapers.